കാൽ നൂറ്റാണ്ട് മുൻപ് ബംഗളൂരുവിൽ വാങ്ങിയ ഭൂമി ശരിയായ രേഖകളോടെ കൈവശം കിട്ടിയില്ലെന്ന പരാതിയുമായി നിക്ഷേപകർ രംഗത്ത്. റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം നൽകിയ രേഖകൾ കൃത്യമല്ല എന്നാണ് പരാതി. സ്ഥലം കൈമാറിയിട്ടുണ്ടെന്നും പരാതികൾ പരിഹരിച്ചു വരുന്നതായും സ്ഥാപനം അറിയിച്ചു. സ്റ്റേ ഉത്തരവ് മൂലമാണ് നടപടികൾ വൈകുന്നത് എന്നാണ് ഇവരുടെ നിലപാട്. വനിതകൾ ഉൾപ്പെടെയുള്ള നിക്ഷേപകരാണ് ഭൂമിയുടെ കൃത്യമായ രേഖകൾ ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപവുമായി റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ ചാക്കോസ് എസ്റ്റേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിലെത്തിയത്. ബംഗളൂരുവിന്റെ വിവിധ മേഖലകളിലാണ് സ്ഥാപനം പ്ലോട്ടുകൾ വിറ്റത്. വാങ്ങിയവർ മിക്കവരും വിദേശ ഇന്ത്യക്കാരാണ്. ഭൂമിയുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം ലഭിച്ചിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിലും ചിലതിൽ സർവേ നമ്പർ കാണിച്ചിട്ടില്ലെന്നും മറ്റു ചിലതിൽ യഥാർത്ഥ സ്ഥലത്തിന്റെ സർവേ നമ്പറല്ല കാണിച്ചിട്ടുള്ളതെന്നും പരാതിയിൽ പറയുന്നു. നിക്ഷേപകർ അറിയാതെ ഭൂമി കൈമാറിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായും ഇവർ പറഞ്ഞു. ഒരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റിൽ പ്രോപ്പർട്ടിയുടെ സർവേ നമ്പറില്ല. അപ്പോൾ ആ സർവേ നമ്പർ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരന് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് നോട്ട് പ്രോപ്പർട്ടി, അതാണ് പ്രോപ്പർട്ടി പുള്ളിക്കാരൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ അത് ലീഗലായിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും വിൽക്കാനും പറ്റില്ല, ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല. മറ്റൊരു സ്ഥലത്ത് പുള്ളിക്കാരൻ ലേഔട്ടിൽ ചെയ്തിരിക്കുന്ന സർവേ നമ്പർ പ്രോപ്പർട്ടിയിലുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ തന്നത് ലൊക്കേഷൻസ് വേറെയാണ്. ഷെഡ്യൂൾ മാച്ച് ആവുന്നുണ്ട്, പക്ഷേ സർവേ നമ്പർ മാച്ച് ആവുന്നില്ല. അവിടെയും ഞങ്ങൾക്ക് ലീഗലായിട്ട് ആ പ്രോപ്പർട്ടി ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പ്രോപ്പർട്ടി വളരെ ഹാർഡ് ആൻഡ് പ്രോപ്പർട്ടിയാണ്. നിയമപരമായിട്ട് ഞങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റിയ രീതിയിൽ ഞങ്ങളുടെ റൈറ്റ് ഞങ്ങൾക്ക് കിട്ടണം. നഷ്ടം സംഭവിച്ച നിക്ഷേപകർ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിന്റെ ഓഫീസിലെത്തിയത്. ബന്ധപ്പെട്ടവരെ കാണാൻ കഴിയാതെ വന്നതിനാൽ പോലീസിൽ അറിയിച്ച് ഇവർ മടങ്ങി. അതേസമയം ഭൂമി കൈമാറിയിട്ടുണ്ടെന്നും പിന്നീട് സ്റ്റേ ആയതായും കമ്പനി അറിയിച്ചു. നിക്ഷേപകരിൽ ചിലർ വ്യാജ പരാതി നൽകിയെന്നാണ് കമ്പനിയുടെ ആക്ഷേപം. പ്രശ്നം പരിഹരിക്കാനായാണ് കേരളത്തിൽ ഓഫീസ് തുറന്നതെന്നും കമ്പനി വിശദീകരിക്കുന്നു. പ്രശ്നം പരിഹരിച്ചു വരുന്നതായും സ്ഥാപനം അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.